ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയും സുരേഷ് കുമാറിനെ പിന്തുണച്ചും ഫിലിം ചേംബർ. ആന്റണി പെരുമ്പാവൂർ 7 ദിവസത്തിനകം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിന് കത്തു നൽകി. സുരേഷ് കുമാർ സംസാരിച്ചത് സിനിമയ്ക്ക് വേണ്ടിയാണെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് പറഞ്ഞു. നവമി ദിനേശ് ചേർന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് പരസ്യമായതാണ്, സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം വിഴുപ്പലക്കിയതാണ്. 2 പേരെയും പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും നിരവധി പ്രമുഖരടക്കം രംഗത്തെത്തിയതാണ്. ഏറ്റവും ഒടുവിൽ ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിപ്പറയാനുള്ള കാരണം എന്തായിരിക്കും? ഫിലിം ചേംബേഴ്സിന്റെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇവർ ഇത്തരത്തിലൊരു തീരുമാനം പറഞ്ഞത്. അതായത് സുരേഷ് കുമാർ സംസാരിച്ചത് അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. സിനിമയുടെ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ സിനിമയിൽ ഇപ്പോൾ അനുഭവിക്കുന്ന, സിനിമാ സംഘടനകൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചാണ് സംസാരിച്ചത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷെ അതിനെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ആന്റണി പെരുമ്പാവൂര് വീണ്ടും അതിനെ ഒരു പരസ്യ പ്രതികരണവുമായി, അതും സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് പ്രതികരണം നടത്തിയത്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് സംഘടനയ്ക്കുള്ളിലാണ് പറയേണ്ടത്. അല്ലാതെ ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, സുരേഷ് കുമാർ എന്ന വ്യക്തിയെ ആക്ഷേപിക്കുന്നത് അത് ഫിലിം ചേംബറിനെ അല്ലെങ്കിൽ സിനിമാ സംഘടനകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന ഒരു വിലയിരുത്തലാണ് ഇന്ന് ചേർന്ന യോഗത്തിനൊടുവിൽ അവർ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആന്റണി പെരുമ്പാവൂരിന് ഈ പോസ്റ്റ് പിൻവലിക്കാൻ 7 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടത്. ഈ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി ഫിലിം ചേംബർ അസോസിയേഷൻ ഇന്ന് എടുത്ത യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റ് 2 നിർണായക ചർച്ചകൾ കൂടി ഇന്ന് കൊച്ചിയിൽ നടക്കുന്നുണ്ടായിരുന്നു സിനിമാ സംഘടനയുമായി ബന്ധപ്പെട്ട്. ഒന്ന്, അമ്മ സംഘടനയുടെ യോഗമാണ്. അതിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇനി വരാനിരിക്കുന്ന സമരം, ഈ സിനിമ വ്യവസായത്തെ സ്തംഭിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തിയേറ്ററുകളിൽ സിനിമ എത്തിക്കില്ല എന്ന തരത്തിലുള്ള ഒരു യോഗം ഒരു സമരം മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ആ സമരത്തിന് പിന്തുണയില്ല എന്നുള്ള കാര്യം കൂടി അമ്മ സംഘടന വ്യക്തമാക്കി. മറ്റൊന്ന്, ഈ സംഘടനയിലെ ഈ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊരു തുറന്ന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോകാൻ അമ്മ തയ്യാറാണ്. പക്ഷെ മറ്റൊന്ന്, ഇതൊരു സംഘടനയാണ്. ഈ പ്രതിഫലം കൂട്ടുക കുറയ്ക്കുക എന്ന് പറയുന്നത് താരങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതൊരിക്കലും ഒരു സംഘടനയ്ക്ക് നിർദ്ദേശം നൽകുവാനോ സംഘടനയ്ക്ക് തീരുമാനമെടുക്കുവാനോ കഴിയില്ല എന്നുകൂടി അമ്മ സംഘടനയുടെ ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി. അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗം ഇപ്പോഴും തുടരുകയാണ്. അതിനുശേഷം എന്താണ് ഇന്നത്തെ തീരുമാനം, അല്ലെങ്കിൽ ഈ സമരത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ എന്താണ് സംഘടനയുടെ തീരുമാനം എന്നത് വൈകിട്ടോടുകൂടി വാർത്താക്കുറിപ്പിലൂടെ അമ്മ സംഘടന അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ യോഗമാണ്. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഈ വരാനിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് അതിനു മുൻപ്, ഈ അനിശ്ചിതകാല സമരത്തിന് മുൻപ് ഒരു സൂചനാ പണിമുടക്ക് നടത്തും. അതിന്റെ തീയതി അടക്കം പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെയാണ് ഈ സിനിമാ വേതനം, ഒപ്പം സുരേഷ് കുമാറിന്റെയും ആന്റണി പെരുമ്പാവൂരിന്റെയും പരസ്യപ്പോര്, ഇതേതെങ്കിലും തരത്തിൽ ഇനി ഇരുവരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇനിയൊരു പ്രശ്നമില്ലാതെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നാണക്കേടില്ലാതെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്ത് നടപടി സ്വീകരിക്കാം എന്ന കാര്യത്തിലും കൂടിയായിരിക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുക. എന്തായാലും സിനിമാ സംഘടനയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ വലിയൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം വലിയ സിനിമകളൊക്കെ വരാനിരിക്കുന്നു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫർ അടക്കമുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വരാനിരിക്കുമ്പോൾ ഈ ഒരു സമരം അത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കുമെന്നൊരു വിലയിരുത്തലാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെങ്ങനെ രമ്യമായി പരിഹരിക്കാം എന്നതിന്റെ തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള നിർണായകമായിട്ടുള്ള 3 യോഗങ്ങൾ ഇന്ന് കൊച്ചിയിൽ നടന്നത്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് കുമാറിനെ പിന്തുണച്ച് രംഗത്തെത്തിയ ഫിലിം ചേംബർ ആന്റണി പെരുമ്പാവൂരിനെ തള്ളിയിരിക്കുകയാണ്.